പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ ഈശോ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വാർത്തയിൽ കൂടെ കഴിഞ്ഞ ദിവസം ധ്യാനിപ്പിക്കാൻ വേണ്ടി 2 ദിവസം യാത്രയിലായിരുന്നുകൊണ്ട് ക്ലാസ് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് 2-3 ദിവസത്തിന് ശേഷം വീണ്ടും ക്ലാസ് ഇടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർത്തയിൽ കൂടി അല്പസമയം ഞാനൊന്ന് സഞ്ചരിച്ച് നോക്കി എന്തൊക്കെയുണ്ട് ലോകത്ത് നടക്കുന്ന ചില പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വാർത്തകൾ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പെട്ടെന്ന് വാർത്തകൾ ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി, പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഭാഗവും ചൈനയുടെയും ഇന്ത്യയുടെയും ഭാഗങ്ങളിൽ വലിയ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതായിട്ടും, അങ്ങനെ ഒരുക്കപ്പെടുന്ന ആ യുദ്ധസന്നാഹങ്ങൾ ഏതു നിമിഷവും ഒരു യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള വാർത്തകളൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. അപ്പം ഞാൻ സ്വാഭാവികമായും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഈ വാർത്തകൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങളിൽ എവിടെയാണ് ഉള്ളതെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കും, ഇങ്ങനെ ആലോചിച്ച് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന വചനത്തിൽ, അല്ലെ പഴയ നിയമഗ്രന്ഥത്തിൽ, അല്ലെ പുതിയ നിയമഗ്രന്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറയും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു. അങ്ങനെ വായിക്കുമ്പോൾ 11-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ സർവശക്തനായ പിതാവായ ദൈവം എഴുതി വെച്ച ഒരു വചനമാണ് കർത്താവിനെ കാണിച്ചത്. അതിപ്രകാരമാണ്. ദാനിയേൽ പ്രവചനം 11:10, അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും, അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. അതാണ് ആ വചനം. അപ്പോൾ വാർത്ത കേട്ടതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു കുഞ്ഞു വാർത്ത കേട്ടെങ്ങനെയാണ്, ചൈനയുടെയും പാകിസ്ഥാനെയൊക്കെ അതിർത്തിയിൽ താമസിക്കുന്നവർ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ അടിച്ചു വാരി തൂത്ത് വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു യുദ്ധം വന്നാൽ ഓടി ഒളിക്കാനൊരു ഇടം വേണം. വീടുകൾക്കുള്ളിൽ നമുക്ക് സുരക്ഷിതത്വമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. വീടുകൾ സുരക്ഷിതമല്ല എന്നും വീടുകൾക്കുള്ളിൽ ജീവിക്കുന്നവർ സുരക്ഷിതത്വം കിട്ടുകയില്ല എന്നും, വലിയ യുദ്ധം വന്നു കഴിഞ്ഞാൽ വീടുകളൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്നും, അത് ബോംബിടുമ്പോൾ കത്തിച്ചാമ്പലാകുമെന്നും, ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വാർക്കുവേടുകളും മണിസൗധങ്ങളും മഹാസൗധങ്ങളും നാമാവശേഷമാകുമെന്നും, അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കപ്പെടുമെന്നും നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശത്തായാലും അതിർത്തി നമ്മുടെ രാജ്യത്തിനുള്ളിലായാലും എവിടെയായാലും ഒരു നിശ്ചിത കാലം വരുമ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന, സുഖിക്കുന്ന, ആനന്ദിക്കുന്ന, എല്ലാ മ്ലേച്ഛതയൊക്കെ കാണാൻ ഉപയോഗിക്കുന്ന നല്ല നമ്മുടെ മുറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ടെൻറ്റ് കെട്ടി പ്ലാസ്റ്റിക് കെട്ടിയൊക്കെ കിടക്കേണ്ട സാഹചര്യങ്ങൾ വരും. അത് വരിക തന്നെ ചെയ്യും. അപ്പോൾ കർത്താവ് പറയാണ്, അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും എന്നാണ് പ്രിയപ്പെട്ടവർ അതിൻ്റെ അർത്ഥം. ഇപ്പം നമുക്കറിയാം, പാകിസ്ഥാൻ്റെ യുദ്ധസന്നാഹങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ചൈനയും ഇന്ത്യക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കാരും അതിനെ പ്രതിരോധിക്കാനും യുദ്ധം ചെയ്യാനും വേണ്ടി അങ്ങോട്ടും തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടിയാൽ അവരുടെ ആൾക്കാരിൽ ഇങ്ങോട്ട് അരച്ചു കയറും, നമ്മുടെ ആളുകളിൽ അങ്ങോട്ട് മരിച്ചു കയറും. അപ്പോൾ കർത്താവ് അത് മുമ്പേ എഴുതി വെച്ചാണ്, അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്ത് വരെ യുദ്ധം എത്തും. അപ്പോൾ അങ്ങനെ യുദ്ധം കോട്ടകളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിർത്തികളുടെ അടുത്തേക്ക്, അതിർത്തികൾ വിട്ട് ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ അടുത്തേക്ക്, അങ്ങനെയാണല്ലോ ഓരോ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നതും പിടിച്ചടക്കുന്നു. അപ്പോൾ സർവശക്തനായ പിതാവായ ദൈവം വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് വർഷങ്ങളല്ല, യുഗങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ആ എഴുതി വെച്ച സംഭവങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. അത് കൃത്യമായിട്ട് സംഭവിക്കാനുള്ള എല്ലാ പശ്ചാത്തലവും ഒരുങ്ങി. നമ്മുടെ കണ്ണുകൾ തുറന്നു വെച്ച് കാണുകയും കാതുകൾ തുറന്നു വെച്ച് കേൾക്കുകയും അധരങ്ങൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്താൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെന്നും ആ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണെന്നും മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം, അതിൻ്റെ തന്നെ നമ്മൾ പറയും പഴയ നിയമ ഗ്രന്ഥമല്ലേ, ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊക്കെ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇപ്പോൾ അതിൻ്റെ കർത്താവ് അല്ലെങ്കിൽ യേശുവിൻ്റെ കാലത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വെളിപാട് ഗ്രന്ഥത്തിൽ, വെളിപാടിനുള്ള ഏറ്റവും ലാസ്റ്റ് എഴുതിയ സുവിശേഷം അപ്പസ്തോലപ്രവർത്തനോടെ കഴിഞ്ഞിട്ടാണ്, അതിൻ്റെ ഏറ്റവും അവസാനമാണ് വെളിപാട് ഗ്രന്ഥം എഴുതുന്നത്. അപ്പോൾ വെളിപാട് ഗ്രന്ഥമാണ് ഏറ്റവും അവസാനം എഴുതിയ, ആ അവസാനം എഴുതിയ, പ്രത്യേകിച്ച് 2000 വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ 3000-3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതിനേക്കാൾ അടുത്ത് നിൽക്കുന്നത് നമുക്ക് 2000 വർഷം മുമ്പ് എഴുതിയാണ്. അപ്പോൾ അതെന്താണ് പറയുന്നത്, ആ വെളിപാട് ഗ്രന്ഥത്തിൽ
ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് അതുകൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ 3500 വർഷം അല്ലെങ്കിൽ 3000 വർഷം മുമ്പ് എഴുതി വെച്ച ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനത്തെ നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ പറ്റുന്നത്. അതിപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. അതിങ്ങനെയാണ്: വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിന് 15-ാം തിരുവചനത്തിൽ സർവശക്തനായ പരിശുദ്ധാത്മ അല്ലെങ്കിൽ ത്രിയേകതയും ത്രിത്വം എഴുതി വെച്ച ഇപ്രകാരമാണ്: അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാൾ പുറപ്പെടുന്നു, സർവ്വജനതകളുടെയും മേൽ അത് നിവദിക്കും. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാൾ പുറപ്പെടുന്നു, സർവ്വജനതകളുടെയും മേൽ അത് നിവദിക്കും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു, അവൻ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. അങ്ങനെ ഇരച്ച് കയറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏത് രാഷ്ട്രത്തിലേക്കാണോ ഇരച്ച് കയറപ്പെടുന്നത് ആ രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങളെയും ഇത് ബാധിക്കും. അല്ലെ, മതമുള്ള രാഷ്ട്രങ്ങളിലാണെങ്കിൽ ആ മതത്തെ മാത്രമായിട്ട് ബാധിക്കുകയാണോ, അതോ മതമില്ലാത്ത രാഷ്ട്രങ്ങളിൽ ആണെങ്കിൽ കുറച്ച് ജനത്തെ മാത്രമായിട്ടാണോ ബാധിക്കുക? അല്ല, ഒരു രാഷ്ട്രത്തിനെതിരെ മറ്റൊരു യുദ്ധം വരുമ്പോൾ നമുക്കറിയാം, ആ ജനത്തെ അതിനകത്തെ മതമുണ്ടെങ്കിലും മതമില്ലെങ്കിലും നിരീശ്വരവാദിയായാലും അക്രൈസ്തവനായാലും ആരുമായിക്കോട്ടെ എല്ലാ ജനത്തെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? സർവ്വജനങ്ങളുടെയും മേൽ, ജനങ്ങളുടെ മേൽ, സർവ്വജനതകളുടെയും മേൽ അത് നിവദിക്കും. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെട്ടു. മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരിവാളല്ല, വാൾ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. അവൻ്റെ വായിൽ നിന്ന്, കാരണം കർത്താവ് തന്നെ പറയും, ഇതാ ഞാൻ യുദ്ധം അയക്കുന്നു, ശരി യുദ്ധം നടക്കട്ടെ. കാരണം ഈ ദുഷ്ടശക്തികൾ, ഈ അധർമ്മം, ഈ അനീതി, ഈ നീതിരഹിതമായ തത്വസംഹിതകൾ, ഈ നീതിയില്ലാത്ത, ദൈവത്തെ ആശ്രയിക്കാത്ത, ദൈവനീതിയെ ലംഘിക്കുന്ന ദുഷ്ടശക്തികളുടെ നിയമത്തെയും പ്രമാണത്തെയും നശിപ്പിക്കുന്നതിന് കർത്താവ് തന്നെ പറയുന്നത്, ശരി യുദ്ധം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ അധരം തുറക്കുമ്പോൾ വാൾ അഥവാ യുദ്ധം ആരംഭിക്കുമെന്നും അത് ലോകത്ത് മൊത്തമുള്ള ജനതകളെയും ബാധിക്കും. അപ്പം ജനം എന്ന് പറയുന്നതും ജനതകൾ എന്ന് പറയുന്നതും രണ്ടാണ്. ഇപ്പം നമുക്കറിയാം, അമേരിക്കൻ ജനത എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ എല്ലാ ജനതകളും എല്ലാ ജനങ്ങളും ഒരേ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു, ഒരു രാജ്യത്തിന് കീഴിൽ ജീവിക്കുന്നു. എന്നാൽ ജനതകൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തെ എടുക്കുമ്പോൾ ഹിന്ദി സംസാരിക്കുന്നവർ, ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നവർ, മാതൃഭാഷ സ്വന്തം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് മലയാളം സംസാരിക്കുന്നവർ, എന്നാൽ മലയാള ഭാഷ മറ്റ് രാജ്യങ്ങളിൽ സംസാരിക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നില്ല. ഹിന്ദി എല്ലാവരും ഉപയോഗിക്കുന്നില്ല, മറാഠി എല്ലാവരും ഉപയോഗിക്കുന്നില്ല. അത് ഒരു രാജ്യത്ത് തന്നെയുള്ള ജനതകൾ എന്നാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിലുള്ള ഒരേ ഭാഷയും സംസ്കാരമുള്ള ഒരു. ഇപ്പോൾ ചൈനീസ് ഭാഷ, ചൈനക്കാരെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനീസ് ഭാഷയും ചൈനയുടെ സംസ്കാരവും ആ രാജ്യം മുഴുവനും ഒറ്റ സംസ്കാരമാണ്, ഒറ്റ ഭാഷയാണ്, ഒറ്റ തത്വസംഹിതകളാണ്, ഒരേ ഭക്ഷണ രീതിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരേ മോഡലുള്ള വസ്ത്രധാരണം പോലും ഉണ്ടാവാം, അതിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, ജനതകളെയും എന്ന് പറയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇത് ബാധിക്കുമെന്നാണ് കർത്താവിന്. സകല ജനതകളുടെ മേൽ അത് പതിക്കും, ഈ വാള് പതിക്കും എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് ബങ്കറുകൾ ഉണ്ടാക്കി അതിനകത്തേക്ക് പോയി താമസിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു വലിയ യുദ്ധം ഭൂമിയെ വിഴുങ്ങുവാൻ പോകുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നുവെന്ന് ദാനിയേൽ പ്രവാചകന് പിതാവായ ദൈവത്തിൽ നിന്ന് സന്ദേശം കിട്ടിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ മാത്രമേ അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചു. കാരണം അത്ര വലിയ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ സംസാരിച്ചത്. അതിനുശേഷം അദ്ദേഹം 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. കാരണം ദൈവമേ, ഈ യുദ്ധമൊക്കെ ആ വരുന്ന കാലഘട്ടത്തിൽ 3000 വർഷങ്ങൾക്ക് ശേഷം, അതായത് പ്രത്യേകം 2025 മുതൽ 33 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത് സംഭവിക്കുക. അപ്പോൾ അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ കർത്താവ് കാണിച്ചു കൊടുക്കുകയായിരുന്നു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ട് ബോധം കെട്ട ദാനിയേൽ പ്രവാചകന് ബോധ്യവും ജ്ഞാനവും ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി നീതിയോടെ പ്രാർത്ഥിക്കുകയും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മൾ ആരാണ് യുദ്ധം വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നത്?
നമ്മുടെ അച്ഛന്മാർക്കോ മെത്രാന്മാർക്കോ വചനപോഷകർക്കോ ക്രിസ്ത്യാനികൾക്കോ ആർക്കും ഇതാ വലിയ യുദ്ധം വരുന്നതുകൊണ്ട് നമുക്ക് ഉപവസിച്ചേക്കാം, നമുക്ക് ഒരാഴ്ച പള്ളിയിലെ പരിപാടി നടത്തേക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം മെയ് മാസം മുഴുവനും ദിവ്യകാരുണ്യമൊക്കെ എഴുന്നള്ളിച്ച് വെച്ച് വലിയ ശക്തമായ ആരാധന നടത്തി വലിയ വചനപോഷണമൊക്കെ നടത്തി ഒരു മാസക്കാലം മുഴുവനും കുമ്പസാരിച്ച് ജനങ്ങൾ വിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു പ്രാർത്ഥന യജ്ഞം ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മെത്രാന്മാർക്ക് പ്രഖ്യാപിക്കാൻ സമയമുണ്ടോ? അച്ഛന്മാർ പ്രഖ്യാപിക്കുന്നുണ്ടോ? ദേവാലയങ്ങൾ ഒരു മാസം ഫുള്ള് ആരാധന ചെയ്തേക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? പള്ളി കമ്മിറ്റി എന്നാ എടുക്കുന്നു? നമ്മുടെ പള്ളി കമ്മിറ്റി പ്രിയപ്പെട്ടവർ, ഓരോ പള്ളി കമ്മിറ്റി ഉണ്ടല്ലോ പള്ളിയിൽ, ആ പള്ളി കമ്മിറ്റി എന്നാ എടുക്കുക? സുഖമായിട്ടിരിക്കുവാണോ? എൻ്റെ പൊന്നു പ്രിയ സഹോദരനെ, ഇതാ യുദ്ധം പടിവാതിക്കലാണ്. രാജ്യങ്ങളുടെ മേൽ ഇരച്ച് കയറിയാൽ എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാനിയേൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകൻ ബോധരഹിതനായി നിലത്ത് വീണത്. പിന്നെ 21 ദിവസം ഈ സംഭവത്തെ ഓർത്ത് ദൈവമേ കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ദാനിയേൽ പ്രവാചകന്റെ ഒരു ശകലം വേദനയോ ദുഃഖമോ ആകുലതയോ ഉത്കണ്ഠയോ ഇല്ലാത്ത നമ്മളും നമ്മുടെ രാജ്യത്തെ ജനങ്ങളും അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ വിപത്തുകളാണ് പ്രിയപ്പെട്ടവർ. ഇത് ആഗോളതലത്തിലേക്ക് യുദ്ധം മാറും, അല്ലാതെ ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലല്ല. നമുക്കറിയാം തായ്വാനും ചൈനയുമായിട്ടുള്ള പ്രശ്നം, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നം, അതുപോലെ ഉക്രൈൻ്റെ പ്രശ്നം നമുക്കറിയാം, ഗാസ പ്രശ്നം നമുക്കറിയാം, യൂറോപ്പിലെ പ്രശ്നങ്ങൾ അറിയാം. എല്ലായിടത്തും ഇത് പ്രശ്നം. ലോകം മുഴുവനും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സർവ്വജനങ്ങളെയും ഈ പ്രശ്നം ബാധിക്കുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലം എല്ലാവരും അനുഭവിക്കും, എല്ലാവരും. എന്നാൽ അവിടെ ഒരു പ്രത്യേകത സംഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് രണ്ട് വിഭാഗം ജനങ്ങളാണ്. ഒന്ന് സമ്പന്നര്, ഇഷ്ടംപോലെ പണമുള്ള സമ്പന്നർ കോടാനുകോടി രൂപ അടുക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് യുദ്ധം വന്നാലെന്ത് വന്നില്ലേലെന്ത്, യുദ്ധത്തിന് വഴിക്ക് പോവും, ഞങ്ങളിവിടെ തിന്നും കുടിച്ച് സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുന്ന ഒരാൾക്കാർ. അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, കാരണം ഭക്ഷണം കിട്ടാതെ വരുന്ന സമയം വരുന്നുണ്ട്, അപ്പോൾ അവരെയും ബാധിക്കും. എന്നാൽ ഇതൊന്നും പ്രശ്നമാണ് നയിക്കുന്നത് പ്രാർത്ഥനാപൂർവം സർവശക്തനായ യേശു ക്രിസ്തുവിൽ അടിയുറച്ചവർ, വിശുദ്ധി പ്രാപിച്ചവർ, ശരണം കണ്ടെത്തിയവർ, തൻ്റെ ജീവനും ജീവിതവും മനസ്സും ശരീരവും ആത്മാവും ക്രിസ്തുവിന് വേണ്ടി തീരെഴുതി കൊടുത്തവർ, പരിശുദ്ധി കൊണ്ട് നിറഞ്ഞവർ, ദൈവവചനത്തെ ജീവിക്കുന്നവർ, കൗദാശീതങ്ങളിൽ ആഴപ്പെട്ടവർ, വിശ്വാസവും വിശുദ്ധിയും പ്രതി അതിനുവേണ്ടി ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് ഓടി നടക്കുന്നവർ, ആത്മീയ ശുശ്രൂഷ ഫലം ചൂടി നിൽക്കുന്നവർ, അങ്ങനെ യേശുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീതിപൂർവ്വം ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്കിതൊന്നും പ്രശ്നമല്ല, കാരണം അവരിത് ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സംരക്ഷിക്കുവാൻ, അവരെ നോക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ, പരിചരിക്കുവാൻ സർവശക്തനായ യേശു ക്രിസ്തു കൂടെയുണ്ട്. ആ ക്രിസ്തുവിന് കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു പ്രശ്നമല്ല. അല്ലാതെയുള്ള മനുഷ്യർക്ക് ഇത് പ്രശ്നമാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വെളിപാടിന്റെ പുസ്തകം 10-ാം അധ്യായം 15-ാം പറയാണ്, സർവ്വജനങ്ങളുടെ മേൽ വാൾ പതിക്കും എന്ന് കർത്താവ് പറയാണ്. ആ വാൾ പതിക്കുന്നതിന് ഒരുക്കം നടന്നിക്കുന്നു നമ്മുടെ അതിർത്തികളിൽ. നമ്മുടെ ലോകം മുഴുവനും സംഭവിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ എന്താണ്, അവിടെ ഗാസയിലല്ലേ പ്രശ്നം, അത് ദൂരെയല്ലേ, ഉക്രൈനല്ലേ പ്രശ്നം, അത് ദൂരെയല്ലേ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളെയും ബാധിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ലൊരു മരണത്തെ മുന്നേ കണ്ടുകൊള്ളുക. ഈ ലോകം വിട്ടുപോയി ഇവിടെ സുഖമായി ജീവിതം 1000-2000 വർഷം നല്ല വാർക്ക് വീടും വെച്ച് കോടാനുകോടി പൈസ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമോ പശ്ചാത്തലമോ അല്ല ഭൂമിയിലുള്ളത്. മറിച്ച് ഈ ലോകത്ത് നിന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് ഓടുവാൻ തയ്യാറായി, അല്ലെങ്കിൽ പോകുവാൻ തയ്യാറായി, അല്ല മരിച്ച് ഈ ലോകത്ത് കടന്നു പോകാൻ തയ്യാറാകേണ്ട കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകണം. അപ്പോഴാണ് നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം ഇത് മുഴുവൻ വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിത്യയിലേക്ക് പ്രവേശിക്കാൻ ഉള്ള യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റിയ സമയമാണിത്. അതിനുള്ള പരിശ്രമങ്ങളിൽ നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. വിശുദ്ധ ധ്യാനങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധ വചനങ്ങൾ ശ്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ശ്രമിക്കുക. അതിനകത്തൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ഒരുക്കമുണ്ട്. ആ ആത്മീയ ഒരുക്കത്തിൽ നമ്മൾ വ്യാപൃതരാകുക. എപ്പോൾ യേശു വന്നാലും എപ്പോൾ യുദ്ധം പൊട്ടി പുറപ്പെട്ടാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ജീവിക്കാൻ തക്കവിധം ഒരാത്മീയ പക്വതയിൽ നമ്മൾ എത്തിച്ചേരുക. അങ്ങനെ ചേർന്നില്ല എങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കും? അങ്ങനെ ചേരാത്തവർക്കുണ്ടാകുന്ന മാനസിക വിഭ്രാന്തികൾ, ഒരുപാട് ദുഃഖത്തിൻ്റെ ദുരിതങ്ങളുടെ നാളുകൾ, സമ്പത്തില്ല, പണമില്ല, ഭക്ഷണമില്ല, ആഹാരമില്ല, വെള്ളമില്ല, ഒരിടത്തേക്കും പോകാൻ പറ്റുന്നില്ല, മരുന്നില്ല, ചികിത്സയില്ല, അങ്ങനെ ആകുലതയും ഉത്കണ്ഠയും വലിയ ഹൃദയവേദനയും നിരാശയും ദുഃഖം കൊണ്ട് നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കും
സ്വാഭാവികമായിട്ടും യേശുവിനോട് ചേർന്ന് നിൽക്കാത്തവർക്ക് സംഭവിക്കുക. എന്നാൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർ മരണം വന്നാൽ മരിക്കട്ടെ, ക്രിസ്തുവിലല്ലേ ഞാൻ സ്വർഗത്തിലേക്ക് പോകാം, യേശുവിൻ്റെ കൂടെ പോകുന്നതിന് എനിക്കെന്ത് പേടിക്കാനുള്ള രീതിയിൽ വിശുദ്ധി എന്നുള്ളവർ ഇതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ കാണും. അവർക്ക് രക്ഷയുമുണ്ട്, അവർക്ക് സമാശ്വാസം ലഭിക്കും. അതിനുള്ള പരിശ്രമങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന ലോകവ്യാപകമായ വലിയ യുദ്ധം 27, 30, 33 കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ആ ഭയാനകമായൊരു യുദ്ധത്തിന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങാം. ശാരീരിക തലത്തിൽ നമ്മൾ ക്രിസ്തുവിനായിട്ട് ഒരുക്കപ്പെട്ട ശരീരമാക്കി മാറ്റാം. ആത്മീയ തലത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ, പ്രമാണങ്ങൾ, കുദാശകൾ പാലിച്ച് അതിൽ അന്തർലീനമായ ആത്മീയ സത്യത്തെ സ്വാംശീകരിച്ച് ഹൃദയത്തിൽ അത് നിക്ഷേപിച്ച് വിശുദ്ധിയുടെ തലങ്ങളിൽ ജീവിക്കുവാൻ നമ്മൾ ഉത്സുകരായി അതിനുള്ള ഒരുക്കം ഇപ്പോൾ നടക്കണം. നാളെ എന്നൊരു ചിന്ത നമ്മളിൽ വന്നാൽ നമ്മൾ തോറ്റുപോകും. ഇപ്പോൾ തന്നെ ഞാൻ അതിനൊരുങ്ങും, അതിനുള്ള സോഴ്സുകൾ ഞാൻ ഇപ്പോൾ തന്നെ കണ്ടെത്തുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനമെടുത്താൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ധ്യാനങ്ങളും ക്ലാസ്സുകളുമാണ് ഇന്ന് നമുക്ക് സുലഭമായിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകിച്ചും എളിദാസൻ്റെ ധ്യാനങ്ങളും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ ഇന്ന് കേരളത്തിൽ കിട്ടുന്ന ഒരുവിധ ധ്യാനത്തിൽ നിന്നും മോഡലായിരിക്കില്ല, അത് തികച്ചും വ്യത്യസ്തമായ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിന്ന് വലിയ ശക്തമായ ഒരുക്കവും വലിയ ശക്തമായ ആത്മീയ അഭിഷേകത്താൽ നിറയാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. അതിനുള്ള പരിശ്രമങ്ങളെ ഈ മാസം 2, 3, 4 തീയതികളിൽ റിസോർട്ടിൽ വെച്ച് നടത്തുന്ന ഈ ധ്യാനം, മെയ് മാസത്തിലെ ധ്യാനത്തിനായിട്ട് ധാരാളം ആളുകളെ ക്ഷണിക്കുകയാണ്. താല്പര്യം എല്ലാവർക്കും വരാം. ഒരു 10-30 പേർക്കൊക്കെ വരാനുള്ള സംവിധാനം റിസോർട്ടുകളിലുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ 500-1000 ആളുകൾ വന്നാൽ അതിൻ്റേതായ ഓഡിറ്റോറിയങ്ങളിലേക്ക് കാര്യങ്ങൾ മാറ്റും. അതും വലിയ അത്ഭുതമായിട്ട് വരും. അങ്ങനെ ഒരു കൺവെൻഷൻ മോഡലിൽ ധ്യാനം നടന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. പക്ഷേ സഭ ശൂന്യമായി, സഭയ്ക്ക് ശക്തിയില്ല, സഭയ്ക്ക് ജ്ഞാനമില്ല, സഭയൊരു ഉറക്കത്തിലാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ നിദ്ര വിട്ടുണരേണ്ട സമയമാണല്ലോ, മണിക്കൂറാണല്ലോ ഇത് എന്ന് പൗലോസ്ലീഹായുടെ കൊറിന്ത്യർക്കസിൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ പകൽ അവസാനിക്കാറായി, രാത്രി സമീപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി സമീപിക്കാറായി, പകൽ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും കർത്താവ് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ കൂടെ എല്ലാ വിധങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തെ നോക്കി അത് മനസ്സിലാക്കി തന്നെ ഒന്ന് ക്രമീകരിക്കാൻ, എനിക്കൊന്നതിനെ ക്രമീകരിക്കാനുള്ള ഉത്സാഹം സഭയ്ക്കകത്തോ ക്രിസ്ത്യാനികൾക്കോ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കി പറയുന്നത്. അതിനുള്ള പരിശ്രമങ്ങളെ താല്പര്യമുള്ളവരെ കർത്താവ്, ഞാനിനി പ്രത്യേകിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ധ്യാന ക്ലാസ്സുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വലിയ തിന്മയാണ്. കർത്താവിൻ്റെ ഇതിൻ്റെ ഇടുന്ന പൈസ, ഓരോ മൊബൈലിലും നമ്മൾ ഇടുന്ന പണം 250 രൂപ ഇടുന്നു. വൈഫൈക്ക് ഉപയോഗിക്കുന്ന പൈസ 750 രൂപ വെച്ച് മാസം കൊടുത്തുകൊണ്ടാണ് ഈ ക്ലാസ് ഇടുമ്പോൾ ഈ 750 രൂപയ്ക്ക് ഇടുന്ന പൈസ ദൈവത്തിൻ്റെ യേശുവിൻ്റെ അക്കൗണ്ടിലേക്കല്ല ഇടുന്ന പൈസ. നമുക്കെല്ലാവർക്കും അറിയില്ല, യേശുവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക, സ്വർഗത്തിലേക്ക് പൈസ ഇടുക പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അനാഥർക്കും, ദരിദ്രർക്കും, വിധവകൾക്കും, രോഗികൾക്കും, ക്യാൻസർ രോഗികൾക്കും, കടബാധ്യതയുള്ളവർക്കും, വിധവകൾക്കും, അങ്ങനെ ഒരുപാട് ക്ലേശം സഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കേണ്ട പൈസയാണ് മാസം 750 രൂപ. അത് നമ്മൾ സുവിശേഷത്തിനായിട്ട് ലോകത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് നീതീകരണം ദൈവത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത് അധികം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ക്ലാസ്സിൽ നിശ്ചിത പദ്ധതി, നിശ്ചിത സമയം എത്തുമ്പോൾ ക്ലാസ് നിർത്തുകയും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യും. അങ്ങനെ നമ്മൾ കർത്താവിനായിട്ട് കൂടുതൽ ഒരുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ പരിശ്രമങ്ങളെ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഒരു 6 മാസത്തിനുള്ളിൽ എളിദാസൻ്റെ ധ്യാനം ശക്തമായി കൂടുന്ന വ്യക്തികൾക്ക് വലിയ അത്ഭുതങ്ങളും അടയാളം കർത്താവ് വരെ ഒരുക്കും. അവരെ ദൈവം പ്രത്യേക രീതിയിൽ ഒരുക്കും. പ്രത്യേക ആത്മീയ ചിന്തകൾ വരും. പ്രത്യേക ആത്മീയ കാഴ്ചപ്പാടുകളിലേക്ക് മനസ്സുചിന് മാറ്റപ്പെടും. അവർക്കൊരു നിത്യജീവൻ്റെ വാഗ്ദാനവുമല്ല, നിത്യജീവൻ്റെ ഉറപ്പ് ലഭിക്കുന്ന രീതിയിൽ ആയിരിക്കും ക്ലാസ്സുകളും അതിൻ്റെ കാര്യങ്ങളും വരിക. താല്പര്യമുള്ളവർക്ക് വരാം. പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കേട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അതിനായിട്ട് ഒരുങ്ങി വരിക. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുത്വം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം ജീവിക്കുന്ന വചനമായി എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ രൂപപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള വചനങ്ങൾ എൻ്റെ ബുദ്ധിയിലും ചിന്തയിലും കാഴ്ചപ്പാടിലും രൂപാന്തരീകരണത്തിന് ഇടവരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് അത് എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവായ ദൈവം നമ്മളെ അനുവദിക്കുമാറാകട്ടെ. ആമേൻ.